Interior routing protocol. Okay, here the routing information is passed between routers within autonomous system. Autonomous systemത്തിന് അകത്തുള്ള റൗട്ടേഴ്സുമായിട്ട് മാത്രമായിരിക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ഔട്ട്സൈഡ് ഓഫ് ദ autonomous system and allows IRP to be custom tailored to specific applications and requirements. All of the LANs at a site form an autonomous system. ഓക്കെ, ആ ഫിഗർ നോക്കിയേ, അതാണ് ഒരു ഓട്ടോണോമസ് സിസ്റ്റം, വേറൊരു ഓട്ടോണോമസ് സിസ്റ്റം. ഓക്കെ, രണ്ട് ഓട്ടോണോമസ് സിസ്റ്റം തമ്മിലുള്ള കണക്ഷന് നമ്മൾ എക്സ്റ്റീരിയർ റൗട്ടർ പ്രോട്ടോക്കോളായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിന് അകത്തുള്ള റൗട്ടേഴ്സ് തമ്മിലുള്ള കണക്ഷന് നമ്മൾ ഇൻറ്റീരിയർ റൗട്ടർ പ്രോട്ടോക്കോളായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡബിൾ എൻഡഡ് ആരോ വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഓട്ടോണോമസ് സിസ്റ്റത്തിൽ എന്തൊക്കെ കാണും? റൗട്ടേഴ്സ് കാണും, അതിൻ്റെ കറസ്പോണ്ടിങ് സബ് നെറ്റ്വർക്കും കാണും. ഓക്കെ, R1 എന്ന് പറയുന്ന റൗട്ടറിൻ്റെ സബ് നെറ്റ്വർക്ക് എന്താണ്? R1 R2 കണക്ട് ചെയ്യുന്ന സബ് നെറ്റ്വർക്ക് 1.1. അതുപോലെ R2 R3 1.2 വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ 1.3 R3 R4 R1 കണക്ട് ചെയ്തിരിക്കുന്നത് 1.4 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു സൈറ്റിലുള്ള എല്ലാ ലാൻസിനെയും വെച്ച് നമുക്കൊരു ഓട്ടോണോമസ് സിസ്റ്റം ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഓട്ടോണോമസ് സിസ്റ്റത്തിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? വാൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി ഈ ഓട്ടോണോമസ് സിസ്റ്റം, അതായത് ഇതിൻ്റെ കണക്ഷൻ അനുസരിച്ച് ഇതിൻ്റെ അൽഗോരിതവും ബാക്കി റൗട്ടിംഗ് ഇൻഫർമേഷനും ഒക്കെ മാറാം. നെക്സ്റ്റ് ഈസ് എക്സ്റ്റീരിയർ റൗട്ടിംഗ് പ്രോട്ടോക്കോൾ. പ്രോട്ടോക്കോൾ യൂസ്ഡ് ടു പാസ് റൗട്ടിംഗ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ റൗട്ടേഴ്സ് ഇൻ ഡിഫറെൻറ്റ്. രണ്ട് ഓട്ടോണോമസ് സിസ്റ്റത്തിലുള്ള ഡിഫറെൻറ്റ് റൗട്ടേഴ്സിന് തമ്മിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതാണ് എന്ത്? എക്സ്റ്റീരിയർ റൗട്ടിംഗ് പ്രോട്ടോക്കോൾ. ഇവിടെ നോക്കിയേ, R1 to R5. ഓക്കെ, അതാണ് എക്സ്റ്റീരിയർ റൗട്ടർ പ്രോട്ടോക്കോൾ. R1 to R5 ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് എന്താണ്? അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ് എക്സ്റ്റീരിയർ റൗട്ടിംഗ് പ്രോട്ടോക്കോൾ. ആൻഡ് ഇറ്റ് പാസസ് ലെസ് ഇൻഫർമേഷൻ ദാൻ ഇൻറ്റീരിയർ റൗട്ടിംഗ് പ്രോട്ടോക്കോൾ. ഓക്കെ, ഇൻറ്റീരിയർ റൗട്ടിംഗ് പ്രോട്ടോക്കോൾ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിന് അകത്തുള്ള റൗട്ടേഴ്സ് തമ്മിലാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്റ്റീരിയർ റൗട്ടിംഗ് പ്രോട്ടോക്കോൾ ആകുമ്പോഴത്തേക്കും രണ്ട് ഡിഫറെൻറ്റ് ഓട്ടോണോമസ് സിസ്റ്റത്തിലെ രണ്ട് റൗട്ടേഴ്സ് തമ്മിലാണ്. സോ ഇറ്റ് വിൽ പാസ് ഓൺലി ലെസ് ഇൻഫർമേഷൻ. IRP വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ അവിടെ പാസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇപ്പോൾ ഒരു ഡാറ്റാഗ്രാമിന് ഒരു ഹോസ്റ്റിൽ നിന്ന്, അതായത് ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിലുള്ള ഒരു ഹോസ്റ്റിൽ നിന്ന് വേറൊരു ഓട്ടോണോമസ് സിസ്റ്റത്തിലുള്ള മറ്റൊരു ഹോസ്റ്റിലോട്ട് എന്ത് ചെയ്യണം? ഒരു ഡാറ്റാഗ്രാം പാസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റൗട്ടർ ഇൻ ഫസ്റ്റ് സിസ്റ്റം ഡിറ്റർമിൻസ് റൗട്ട് ടു ടാർഗറ്റ് AS. ഓക്കെ, അപ്പോൾ ഈ സെൻഡ് ചെയ്യാനുള്ള, ഈ ഡാറ്റാഗ്രാം പാസ് ചെയ്യാനുള്ള ആ സോഴ്സ് റൗട്ടർ ഉണ്ടല്ലോ, ആ സോഴ്സ് റൗട്ടർ നമ്മുടെ ടാർഗറ്റ് AS ഉണ്ട്. അപ്പോൾ ഈ ടാർഗറ്റ് ASലോട്ടുള്ള റൂട്ട് ഡിറ്റർമിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്തത് റൗട്ടേഴ്സ് ഇൻ ടാർഗറ്റ് AS ദെൻ കോപ്പറേറ്റ് ടു ഡെലിവർ ഡാറ്റാഗ്രാം. നമ്മുടെ ടാർഗറ്റ് എന്തുവാണ്? ASലുള്ള റൗട്ടേഴ്സ് ഈ ഡാറ്റാഗ്രാം ഡെലിവർ ചെയ്യാനായിട്ട്, അതായത് റിസീവ് ചെയ്യാനായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഡാറ്റാഗ്രാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു അസിൻക്രോണസ് സിസ്റ്റത്തിൽ നിന്ന് വേറൊരു അസിൻക്രോണസ് സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആദ്യം അതിനായിട്ടുള്ള റൂട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഈ ടാർഗറ്റ് ASലോട്ടുള്ള റൂട്ട് നമ്മുടെ സോഴ്സ് റൂട്ടർ ഡിറ്റർമിൻ ചെയ്തിരിക്കണം. ദെൻ നമ്മുടെ ടാർഗറ്റ് ASലുള്ള റൗട്ടേഴ്സ് കോപ്പറേറ്റ് ടു ഡെലിവർ ഡാറ്റാഗ്രാം. ഇനി ഇൻറ്റീരിയർ റൗട്ടിംഗ് പ്രോട്ടോക്കോൾസ്. ഇൻറ്റീരിയർ റൗട്ടിംഗ് പ്രോട്ടോക്കോൾസ് ഏതൊക്കെയാണ്? RIPയും OSPFും. ഓക്കെ, RIP എന്ന് പറയുമ്പോൾ റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോൾ. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇൻട്രാ ഡൊമൈൻ പ്രോട്ടോക്കോളാണ്. ആൻഡ് ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് ഫോർവേഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ്
ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ്. നമ്മുടെ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൻ്റെ സെയിം ഇംപ്ലിമെൻറ്റേഷനാണ് RIPയിൽ വരുന്നത്. ആൻഡ് ഈച്ച് റൗട്ടർ അഡ്വർടൈസസ് ഇറ്റ്സ് ഡിസ്റ്റൻസ് വെക്റ്റർ എവറി 30 seconds ടു ഓൾ ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ്. ഓരോ 30 സെക്കൻഡിലും എല്ലാ റൂട്ടറും എന്ത് ചെയ്യും, അതിൻ്റെ ഡിസ്റ്റൻസ് വെക്റ്റർ എല്ലാ നെയ്ബേഴ്സിനും ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഈച്ച് റൗട്ടർ അഡ്വർടൈസസ് ഇറ്റ്സ് ഡിസ്റ്റൻസ് വെക്റ്റർ എവറി 30 seconds ടു ഓൾ ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ്. ആൻഡ് RIP always uses 1 as link metric. ലിങ്ക് മെട്രിക് 1 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് മാക്സിമം ഹോപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 15 ആയിരിക്കും. ആൻഡ് റൂട്ടേഴ്സ് ആർ ടൈം ഔട്ട് ആഫ്റ്റർ 3 minutes ഇഫ് ദേ ആർ നോട്ട് അപ്ഡേറ്റഡ്. ഓക്കെ, റൂട്ടേഴ്സ് ടൈം ഔട്ടായി പോകും ആഫ്റ്റർ 3 minutes, 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ 3 മിനിറ്റിനുള്ളിൽ അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, റൗട്ടേഴ്സ് ടൈം ഔട്ടായി പോകും. ആൻഡ് മാക്സിമം ഹോപ്പ് കൗണ്ട് ഇവിടെ 15 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു ഇൻട്രാ ഡൊമൈൻ പ്രോട്ടോക്കോളാണ്, വിച്ച് ഇസ് സെയിം ആസ് വാട്ട് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ്. ആൻഡ് ഇവിടെ ഓരോ റൗട്ടറിനും എന്താണ്, അതിൻ്റെ ഡിസ്റ്റൻസ് വെക്റ്റർ ഓരോ 30 സെക്കൻഡിലും അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്ത് അതിൻ്റെ നെയ്ബറിന് ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് RIP ഓൾവേസ് യൂസസ് 1 ആസ് ലിങ്ക് മെട്രിക്. ആൻഡ് അതിൻ്റെ മാക്സിമം ഹോപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 15 ആയിരിക്കും. ആൻഡ് ഓരോ 3 മിനിറ്റ്സിലും ആ റൂട്ടേഴ്സ് അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ അത് ടൈം ഔട്ടായി പോകും. RIP മെസ്സേജസ് റിക്വസ്റ്റും റെസ്പോൺസും. റിക്വസ്റ്റ് മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേക്കും ആ റൗട്ടറായിരിക്കും സെൻഡ് ചെയ്യുന്നത് that has just come up or by a router that has some time out entries. ഇപ്പോൾ ജസ്റ്റ് കമ്മപ്പ് ആയിട്ടുള്ള റൂട്ടേഴ്സ് അല്ലെങ്കിൽ ടൈം ഔട്ട് എൻട്രീസ് ഒക്കെ ഉള്ള റൂട്ടേഴ്സ് ആയിരിക്കും റിക്വസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. ആൻഡ് എ റിക്വസ്റ്റ് ക്യാൻ ആസ്ക് അബൌട്ട് സ്പെസിഫിക് എൻട്രീസ് ഓർ ഓൾ എൻട്രീസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും എയ്തർ സോളിസിറ്റഡ് ആവാം അല്ലെങ്കിൽ അൺസോളിസിറ്റഡ് ആവാം. അപ്പോൾ സോളിസിറ്റഡ് ആണെങ്കിൽ നമ്മളൊരു പ്രപ്പോസൽ ആസ്ക് ചെയ്തിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺസോളിസിറ്റഡ് ആയിരിക്കാം. 30 സെക്കൻഡ് ഓർ വെൻ ദർ ഈസ് എ ചേഞ്ച്. അപ്പോൾ നമ്മുടെ റൗട്ടിംഗ് ടേബിളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അൺസോളിസിറ്റഡ് റെസ്പോൺസ് ആയിരിക്കാം. അപ്പോൾ RIP മെസ്സേജസ് റിക്വസ്റ്റും ഉണ്ട്, റെസ്പോൺസും ഉണ്ട്. ഇനി അടുത്ത RIP ടൈമേഴ്സ്. പീരിയോഡിക് ടൈമർ. ഇറ്റ് കൺട്രോൾസ് ദ അഡ്വർടൈസിങ് ഓഫ് റെഗുലർ അപ്ഡേറ്റ് മെസ്സേജസ്. ഓക്കെ, നമ്മുടെ അപ്ഡേറ്റ് മെസ്സേജിന് അഡ്വർടൈസ് ചെയ്യുന്നതിന് കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ പീരിയോഡിക് ടൈമർ. അതിൻ്റെ ഒരു പീരിയോഡിക് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്രോക്സിമേറ്റ്ലി 30 സെക്കൻഡൊക്കെ ആയിരിക്കാം. ആൻഡ് എക്സ്പയറേഷൻ ടൈമർ എന്ന് പറയുമ്പോഴത്തേക്കും ഗവേൺസ് ദ വാലിഡിറ്റി ഓഫ് എ റൂട്ട്. ഓക്കെ, ഒരു റൂട്ടിൻ്റെ വാലിഡിറ്റി ഗവേൺ ചെയ്യുന്നതാണ് 180 സെക്കൻഡ്, അതായത് 3 minutes ആയിരിക്കും. ആൻഡ് ദ റൗട്ട് ഈസ് കൺസിഡേർഡ് എക്സ്പയർഡ് ആൻഡ് ദ ഹോപ്പ് കൗണ്ട് ഓഫ് ദ റൗട്ട് ഈസ് സെറ്റ് ടു 6. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, എക്സ്പയർ ആയാൽ ആ ടൈം കഴിഞ്ഞാൽ, വാലിഡിറ്റി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സ്പയർ ആയതായിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ഈസ് ഗാർബേജ് കളക്ഷൻ ടൈമർ. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവാലിഡ് റൂട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഗാർബേജ് കളക്ഷൻ ടൈമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവാലിഡ് ആയിട്ടുള്ള റൂട്ടാണെങ്കിൽ റിമൂവ് ചെയ്യും ഫ്രം ദ റൗട്ടിംഗ് ടേബിൾ അൺടിൽ ദിസ് ടൈമർ എക്സ്പയർസ് 120 സെക്കൻഡ് ആയിരിക്കും അതിൻ്റെ ടൈമർ. അത് എക്സ്പയർ ആവുന്നതിന് മുമ്പ് ആവുന്നത് വരെ നോക്കും. ഓക്കെ, അപ്പോൾ അത് എന്താണ് അതിൻ്റെ ആവശ്യമില്ല, ആ റൗട്ടിൻ്റെ ആവശ്യമില്ലെങ്കിൽ അതിനെന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. നെക്സ്റ്റ് ഈസ് RIP പാക്കറ്റ് ഫോർമാറ്റ്. ആൻഡ് RIP മെസ്സേജസ് യൂസസ് UDP ഡാറ്റാഗ്രാംസ് ഓൺ പോർട്ട് 520. അപ്പോൾ UDP ഡാറ്റാഗ്രാംസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ യുണിക്സ് സിസ്റ്റംസ് ബൈ ദ റൗട്ടഡ് ഡെമോൺ മാനേജസ് ദ നെറ്റ്വർക്ക് റൗട്ടിംഗ് ടേബിൾ ഇൻ ദ കേർണൽ. അപ്പോൾ യുണിക്സ് സിസ്റ്റത്തിലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് മാനേജസ് ദ നെറ്റ്വർക്ക് റൂട്ടിംഗ് ടേബിൾസ് ഇൻ ദ കേർണൽ. നെറ്റ്വർക്ക് റൂട്ടിംഗ് ടേബിൾ നമ്മൾ കേർണലിൽ തന്നെ ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. സൈസ് ഓഫ് ഡാറ്റാഗ്രാം ലിമിറ്റഡ് ടു 512 bytes. അലോ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് 25 റൂട്ട്സ്. അതായത് 512 bytes എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 25 റൂട്ട്സിന് അലോ ചെയ്യുന്നുണ്ടായിരിക്കും, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് അലോ ചെയ്യുന്നുണ്ടായിരിക്കും.
കമാൻഡ്സ് 8 ബിറ്റ്സ്, അതായത് റിക്വസ്റ്റ് ഉണ്ടായിരിക്കും, റിപ്ലൈ ഉണ്ടായിരിക്കും. വേർഷൻ എന്ന് പറയുമ്പോൾ 1 or 2 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫാമിലി ഓഫ് പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ TCP/IP ഇറ്റ് ഈസ് 2 ആൻഡ് നെറ്റ്വർക്ക് അഡ്രസ് എന്ന് പറയുമ്പോൾ 32 ബൈറ്റ്സ് ആയിരിക്കും. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഹോപ്പ് കൗണ്ട് ഫ്രം ദ അഡ്വർടൈസിംഗ് റൂട്ടർ ടു ദ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക്. അഡ്വർടൈസിംഗ് റൂട്ടറിൽ നിന്ന് ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് വരെയുള്ള ഡിസ്റ്റൻസ് ഹോപ്പ് കൗണ്ട് ആയിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസ്പോൺസ് 2 ടൈപ്സ് ഓഫ് റെസ്പോൺസ് ഉണ്ട്, സോളിസിറ്റഡും അൺസോളിസിറ്റഡും. ഓക്കെ, ഇതാണ് RIP പാക്കറ്റ് ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇനി RIP പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ it takes a long time to stabilize. Even for a small network, it takes several minutes until the routing table has settled after a change. ഓരോ ചേഞ്ച് വരുന്തോറും റൗട്ടിംഗ് ടേബിൾ സെറ്റിൽ ആവാൻ കുറച്ച് സമയം പിടിക്കും. ചെറിയ നെറ്റ്വർക്ക് ആണെങ്കിലും അതെ, വലിയ നെറ്റ്വർക്ക് ആണെങ്കിലും അതെ. അപ്പോൾ ചേഞ്ച് വരുന്തോറും അത് അപ്ഡേറ്റ് ആവാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ഓക്കെ, RIP ഡിസ്റ്റൻസ് വെക്ടറിൻ്റെ സെയിം അതേ പ്രോസസ്സിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ഡിസ്റ്റൻസ് വെക്ടർ അൽഗോരിതത്തിലുള്ള എല്ലാ പ്രോബ്ലംസും RIPയിലും ഉണ്ട്. അതായത് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ഹൊറിസൺ മെത്തേഡ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഇനി മാക്സിമം പാത്ത് എന്ന് പറയുന്നത് 15 ഹോപ്പ് ആയിരിക്കും. ഓക്കെ, ഇതാണ് RIP പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് OSPF, ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് protocol. OSPF protocol is one of a family of IP routing protocols and is an interior gateway protocol for the internet. Okay, ഒരു interior gateway protocol ആണ് and used to distribute IP routing information throughout a single autonomous system in an IP network. അത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു സിംഗിൾ ഓട്ടോണോമസ് സിസ്റ്റം, ഒരു IP നെറ്റ്വർക്കിലുള്ള ഒരു സിംഗിൾ ഓട്ടോണോമസ് സിസ്റ്റം, അതിലേക്ക് IP റൗട്ടിംഗ് ഇൻഫർമേഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OSPF യൂസ് ചെയ്യുന്നത്. ആൻഡ് OSPF protocol is an intra-domain routing protocol based on link state routing. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ എന്തുവാണ് RIPയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻസ് വെക്റ്റർ പ്രോട്ടോക്കോൾ ആണെന്ന്. അപ്പോൾ ഇവിടെ OSPF ആണെങ്കിൽ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൻ്റെ സെയിം പ്രൊസീജിയർ ആയിരിക്കും. ആൻഡ് ഹിയർ അതെന്ന് പറയുന്നത് ഇൻട്രാ ഡൊമൈൻ റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ആണ്. ആൻഡ് ഇറ്റ് ഡിവൈഡ്സ് ആൻഡ് ഓട്ടോണോമസ് സിസ്റ്റം ഇൻറ്റു ഏരിയാസ്. ഓട്ടോണോമസ് സിസ്റ്റത്തിനെ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. Special routers or backbone routers responsible to disappear information about other autonomous systems into the current system. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ റൂട്ടേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ റൂട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബൗണ്ടറിയിൽ വരുന്ന റൂട്ടേഴ്സ് അല്ലെങ്കിൽ ബാക്ക്ബോൺ റൂട്ടേഴ്സ് എന്നും പറയും. they are responsible to dissipate information about other autonomous system into the current system. Okay, metrics based on type of service എന്ന് പറയുമ്പോൾ minimum delay, maximum throughput, reliability, etc. and here area border router കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഓട്ടോണോമസ് സിസ്റ്റത്തിലെ ഏരിയ ബോർഡർ റൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കാണിച്ചിട്ടുണ്ട് ഏരിയ 1, ഏരിയ 2ൻ്റെ ഏരിയ ബോർഡർ റൂട്ടറും കാണിച്ചിട്ടുണ്ട്. ഇനി ഫീച്ചേഴ്സ് ഓഫ് OSPF എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് പ്രൊവൈഡ്സ് ഓതൻറ്റിക്കേഷൻ ഓഫ് റൗട്ടിംഗ് മെസ്സേജസ്. ഓക്കെ, ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സെക്യൂരിറ്റി, അതായത് നമ്മുടെ ഇൻവാലിഡ് യൂസേഴ്സൊക്കെയാണ് നമ്മുടെ മെസ്സേജസിന്, ഇൻവാലിഡ് യൂസേഴ്സ് മീൻസ് ഇൻവാലിഡ് റൗട്ടേഴ്സൊക്കെയാണ് നമ്മുടെ മെസ്സേജസിനെ ആക്സസ് ചെയ്യുന്നതെന്നോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്കും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, അതിനൊക്കെ ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് റൗട്ടിംഗ് മെസ്സേജസ് ആണ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് OSPF. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ഓതൻറ്റിക്കേഷൻ ഓഫ് റൗട്ടിംഗ് മെസ്സേജസ്. ഓക്കെ, റൗട്ടിംഗ് മെസ്സേജസ് കറസ്പോണ്ടിങ് റൗട്ടേഴ്സിന്, അതിൻ്റെ കറസ്പോണ്ടിങ് റൗട്ടേഴ്സിന് മാത്രമേ
നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ അതിൻ്റെ നെയ്ബേഴ്സിനും. അതിൻ്റെ അതായത് ഇപ്പോൾ ഇൻവാലിഡ് ആയിട്ടുള്ള റൗട്ടേഴ്സിന് നമ്മൾ ആ റൗട്ടിംഗ് മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യത്തില്ല. അതാണ് ഓതൻറ്റിക്കേഷൻ. ആൻഡ് ഇറ്റ് എനേബിൾസ് ലോഡ് ബാലൻസിങ് ബൈ അലോയിങ് ട്രാഫിക് ടു ബി സ്പ്ലിറ്റ് ഇവൻലി അക്രോസ് റൂട്ട്സ് വിത്ത് ഈക്വൽ കോസ്റ്റ്. ലോഡ് ബാലൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈക്വൽ കോസ്റ്റുള്ള, അതായത് നമ്മുടെ റൗട്ടേഴ്സിന്, അതായത് ഈക്വൽ കോസ്റ്റുള്ള റൗട്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രാഫിക്ക് ഈവനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുവഴി നമുക്ക് ലോഡ് ബാലൻസിങ് എനേബിൾ ചെയ്യാൻ പറ്റും. ആൻഡ് ടൈപ്പ് ഓഫ് സർവീസ് റൂട്ടിംഗ് അലൗസ് ടു സെറ്റ് അപ്പ് ഡിഫറെൻറ്റ് റൂട്ട്സ്. ഓക്കെ, ഇവിടെ ടൈപ്പ് ഓഫ് സർവീസ് റൂട്ടിംഗ് അലോ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ടു സെറ്റ് അപ്പ് ഡിഫറെൻറ്റ് റൂട്ട്സിന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് സപ്പോർട്ട് സബ്നെറ്റിംഗ്, വിച്ച് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഡിവൈഡിങ് എ നെറ്റ്വർക്ക് ഇൻറ്റു two or more smaller networks. And it supports multicasting and also allows hierarchical routing. A multi-access network is one that can have multiple routers on it, which can directly communicate with all the others. ഒരു മൾട്ടി ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ റൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ എല്ലാ റൗട്ടേഴ്സിനും മറ്റ് റൗട്ടേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി OSPF operates by abstracting the collection of actual networks, routers and lines into a directed graph in which each arc is assigned a cost, distance, delay, etc. അതായത് നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റഡ് ഗ്രാഫായിട്ട് അബ്സ്ട്രാക്ട് ചെയ്ത്, അതായത് ആ നെറ്റ്വർക്കിലുള്ള റൗട്ടും ബാക്കി ലൈൻസും റൗട്ടേഴ്സും എല്ലാം കൂടെ അബ്സ്ട്രാക്ട് ചെയ്ത് ഒരു ഡയറക്റ്റഡ് ഗ്രാഫാക്കി മാറ്റും. ആൻഡ് ആ ഡയറക്റ്റഡ് ഗ്രാഫിൽ ഓരോ ആർക്കും എന്തായിട്ട് അസൈൻ ചെയ്യും, കോസ്റ്റ്, അതായത് ഡിസ്റ്റൻസോ ഡിലേയോ നമുക്ക് തന്നിരിക്കുന്നത് ഏതാണോ അത് വെച്ച് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളൊരു ഡയറക്റ്റഡ് ഗ്രാഫായിട്ട് കാണിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ദെൻ കമ്പ്യൂട്ട്സ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബേസ്ഡ് ഓൺ ദ വെയ്റ്റ്സ് ഓൺ ദ ആർക്ക്. അപ്പോൾ ഈ ആർക്ക്, അതായത് ഈ ഡയറക്റ്റഡ് ഗ്രാഫിലെ ആർക്കുണ്ടല്ലോ, നമ്മൾ നോർമലി നെറ്റ്വർക്കിൽ റൗട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്ന കണക്ഷൻ ലൈൻ, ഓക്കെ, അതിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് എ സീരിയൽ കണക്ഷൻ ബിറ്റ്വീൻ ടു റൂട്ടേഴ്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ പെയർ ഓഫ് ആർക്സ്, വൺ ഇൻ ഈച്ച് ഡയറക്ഷൻ. അപ്പോൾ രണ്ട് റൗട്ടേഴ്സ് തമ്മിലുള്ള സീരിയൽ കണക്ഷന് ഒരു പെയർ ഓഫ് ആർക്സ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്, വൺ ഇൻ ഈച്ച് ഡയറക്ഷൻ. ഓക്കെ, ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് OSPF എന്ന് പറയുന്നത്. ഇനി OSPFൻ്റെ അല്ലെങ്കിൽ ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റൗട്ടർ ലിങ്ക് കാണും, നെറ്റ്വർക്ക് ലിങ്ക് കാണും, സമ്മറി ലിങ്ക് ടു നെറ്റ്വർക്ക് ഉണ്ടാവും, സമ്മറി ലിങ്ക് ടു AS ബൗണ്ടറി റൗട്ടർ എക്സ്റ്റേണൽ ലിങ്ക്. ഓക്കെ, റൗട്ടർ ലിങ്ക് കാണും, നെറ്റ്വർക്ക് ലിങ്ക് കാണും, സമ്മറി ലിങ്ക് ടു നെറ്റ്വർക്ക് കാണും, ആൻഡ് സമ്മറി ലിങ്ക് ടു ഓട്ടോണോമസ് സിസ്റ്റം ബൗണ്ടറി റൗട്ടേഴ്സ്, ദെൻ എക്സ്റ്റേണൽ ലിങ്ക്. ഓക്കെ, ഇനി OSPFൻ്റെ പാക്കറ്റ് ഫോർമാറ്റാണ്. അതിൽ സെയിം നമ്മൾ നേരത്തെ RIPയുടെ പാക്കറ്റ് ഫോർമാറ്റ് പറഞ്ഞതുപോലെ തന്നെയാണ്. വേർഷൻ ഉണ്ടാവും, ടൈപ്പ് ഉണ്ടാവും, സോഴ്സ് അഡ്രസ്, ഏരിയ ID, ചെക്സം ഉണ്ടായിരിക്കും, ഓതൻറ്റിക്കേഷൻ ടൈപ്പ് ഉണ്ടായിരിക്കും, ഓതൻറ്റിക്കേഷൻ ഡാറ്റ ഉണ്ടായിരിക്കും. നമ്മൾ ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഓതൻറ്റിക്കേഷൻ ടൈപ്പും ഓതൻറ്റിക്കേഷൻ ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ വെർഷനിൽ എന്തായിരിക്കും, വെർഷൻ ഓഫ് ദ OSPF ആൻഡ് ടൈപ്പ് സ്പെസിഫൈസ് ദ ടൈപ്പ് ഓഫ് ദ പാക്കറ്റ്. അപ്പോൾ 4 ടൈപ്സ് ഓഫ് പാക്കറ്റ്സ് ഉണ്ടായിരിക്കും. ഹലോ പാക്കറ്റ് ഉണ്ടായിരിക്കും, ലിങ്ക് സ്റ്റേറ്റ് റിക്വസ്റ്റ് ഉണ്ടായിരിക്കും, ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് ഉണ്ടായിരിക്കും, ലിങ്ക് സ്റ്റേറ്റ് അക്നോളജ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഹലോ പാക്കറ്റ് നമ്മൾ ഇനിഷ്യലി സെൻഡ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് സ്റ്റേറ്റിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടായിരിക്കും. ദെൻ ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് ഈ ലിങ്ക് സ്റ്റേറ്റിനെ കോസ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതിനുള്ള മെസ്സേജാണ് ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ലിങ്ക് സ്റ്റേറ്റ് അക്നോളജ്മെൻറ്റ് ഉണ്ടായിരിക്കും. ദെൻ സോഴ്സ് അഡ്രസ്, ഓക്കെ, ഏതിനോടുള്ള ഡിഫൈൻസ് ദ
address of the node to be sent. ഓക്കെ, സെൻഡ് ചെയ്യാനുള്ള നോഡിൻ്റെ അഡ്രസ്സ്. ഓക്കെ, ഡിഫൈൻസ് അഡ്രസ് ഓഫ് ദ നോഡ് ടു ബി സെൻഡ്. ഏത് നോഡിനാണോ സെൻഡ് ചെയ്യാനുള്ള ആ നോഡിൻ്റെ അഡ്രസ്സ്. അടുത്തത് ഏരിയ ഐ ഡി സ്പെസിഫൈസ് ഐ ഡി ഓഫ് ഡിഫറെൻറ്റ് ഏരിയസ്. ഏരിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ, എന്തായാലും ഒരു സ്പെസിഫിക് യൂണീക്ക് ഐ ഡി ഉണ്ടായിരിക്കും. ആ ഐ ഡിയെ സ്പെസിഫൈ ചെയ്യുന്നതാണ് ഏരിയ ഐ ഡി എന്ന് പറയുന്നത്. ദെൻ ചെക്സം വിച്ച് ഡീൽസ് വിത്ത് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. Authentication type, it has 2 value, either 0 or other numbers except 0. And authentication data used by authentication procedure. Okay, ഇതാണ് ഫോർമാറ്റ്. ദെൻ 5 types of OSPF മെസ്സേജസ് ഉണ്ട്. ഹലോ മെസ്സേജ് ഉണ്ട്, ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് ഉണ്ട്, ലിങ്ക് സ്റ്റേറ്റ് അക്നോളജ്മെൻറ്റ് ഉണ്ട്, ഡാറ്റാബേസ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ലിങ്ക് സ്റ്റേറ്റ് റിക്വസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ഈസ് കമ്പാരിസൺ ഓഫ് RIP ആൻഡ് OSPF. RIP എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് വെക്റ്റർ പ്രോട്ടോക്കോളാണ്. OSPF എന്ന് പറയുമ്പോൾ ലിങ്ക് സ്റ്റേറ്റ് പ്രോട്ടോക്കോളാണ്. ആൻഡ് ദ മെട്രിക്സ് യൂസ്ഡ് ഇൻ RIP ഈസ് ഹോപ്പ് കൗണ്ട് ആണ് അവിടെ യൂസ് ചെയ്യുന്ന മെട്രിക്സ്. OSPFൽ യൂസ് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുമ്പോൾ ബാൻഡ് വിഡ്ത്തും ഡിലേ ഒക്കെയാണ്. RIP യൂസസ് ഡിസ്റ്റൻസ് വെക്റ്റർ അൽഗോരിതം ടു കാൽക്കുലേറ്റ് ദ ബെസ്റ്റ് പാത്ത്. ഓക്കെ, OSPFൽ നമ്മൾ SPF അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് എന്ന് പറയുന്ന അൽഗോരിതം ആയിരിക്കും ബെസ്റ്റ് പാത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. RIP പ്രോട്ടോക്കോളിൽ നമ്മൾ നെറ്റ്വർക്ക്സിനെ ഏരിയാസ് അല്ലെങ്കിൽ ടേബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. OSPFലാണെങ്കിൽ നമ്മൾ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സബ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബാക്ക് ബോൺ ഏരിയാസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി RIPയിൽ മാക്സിമം ഹോപ്പ് കൗണ്ട് എന്ന് പറയുമ്പോൾ 15 ആയിരിക്കും. OSPFൽ ഹോപ്പ് കൗണ്ട് ഇല്ല.